ശ്രീ പി വി അൻവർ, താങ്കൾക്ക് സ്വതന്ത്രനായി മത്സരിക്കാനായിട്ടുള്ള സാധ്യതയാണോ ഇപ്പോൾ തെളിയുന്നത്? ഇന്നലെ നോമിനേഷൻ കൊടുക്കാൻ പോകുന്ന സമയത്തും മിനിയാന്ന് ഈ കാര്യങ്ങൾ പത്രക്കാർ ചോദിക്കുമ്പോഴും വളരെ കൃത്യമായി നമ്മൾ പറഞ്ഞതാണ്. AITC ഒരു സ്റ്റേറ്റ് പാർട്ടിയായി ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടില്ല. അതൊരു വിഷയമായി നിൽക്കുന്നുണ്ട്. അതുപോലെ രജിസ്റ്റർ ചെയ്യാത്ത ആസാമിലും ത്രിപുരയിലും നാഷണൽ കമ്മിറ്റിയുടെ ലെറ്ററിന്റെ ബേസിൽ അവർക്ക് ചിഹ്നം നൽകിയിട്ടുണ്ട്. ആ ഏരിയ ലീഗലി കുറച്ച് വെയ്ഗായി കിടക്കുകയാണ്. അതുകൊണ്ട് 2 നോമിനേഷൻ കൊടുക്കുന്നുണ്ട്. ഒന്ന് AITCയുടെ പേരിലും ഒന്ന് സ്വതന്ത്രനുമായിട്ടാണ്. ഇപ്പൊ സ്വതന്ത്രനായിട്ടുള്ളത് അക്സെപ്റ്റ് ചെയ്തു. രണ്ടാമത്തതിന്റെ കാര്യം AITC നിന്ന് ഇലക്ഷൻ കമ്മീഷന് കൊടുത്ത മെയിൽ അവർ നാഷണൽ ഇലക്ഷൻ കമ്മീഷനിലേക്ക് ഫോർവേഡ് ചെയ്തിരിക്കുകയാണ്. ത്രിപുരയിലെയും ആസാമിലെയും കാര്യം വെച്ചിട്ടാണ് AITCയുടെ കൽക്കട്ട ഓഫീസിൽ നിന്ന് ഇലക്ഷൻ കമ്മീഷൻ പാർട്ടി നമുക്ക് മെയിൽ തന്നത്. അതവർ നാഷണൽ ഇലക്ഷൻ കമ്മീഷനിലേക്ക് അയച്ചിട്ടുണ്ട് ക്ലാരിഫിക്കേഷൻ ചോദിച്ചുകൊണ്ട്. അതിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. മറ്റു സ്ഥാനാർത്ഥികളെ സ്ക്രൂട്ടനി നടന്നുകൊണ്ടിരിക്കുന്നു. എന്റെ സ്വതന്ത്രനായി ആക്സെപ്റ്റ് ചെയ്തു. ഈ AITCയുടെ കാര്യം ഇനിയുള്ള 8-9 കാൻഡിഡേറ്റിന് സ്ക്രൂട്ടനി ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ആർഗ്യുമെന്റ് നടക്കുള്ളൂ. അതിന്റെ മുമ്പ് ഈ പറയുന്ന നാഷണൽ ഇലക്ഷൻ കമ്മീഷന്റെ ഇൻഫർമേഷൻ അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ ഒരു തീരുമാനമുണ്ടാകും. ഇതാണ് വസ്തുത. ചിലരൊക്കെ അതിനെ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നാടകം കളിച്ചു, മറ്റതാണ് മറിച്ചതാണെന്നൊക്കെ പറഞ്ഞു. ഇത് ഇന്നലത്തെയും മിനിയാന്നത്തെയും എന്റെ പ്രസ് കോൺഫറൻസ് കണ്ടാൽ കേരളത്തിലെ ജനങ്ങൾക്ക് ആ കാര്യങ്ങൾ മനസ്സിലാകും. ശ്രീ പി വി അൻവർ, താങ്കൾ ഇടത് സ്വതന്ത്രനായി 2 വട്ടം മത്സരിച്ച് ജയിച്ച മണ്ഡലമാണ്. അവിടെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി താങ്കൾ വരുമ്പോൾ കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ താങ്കൾക്ക് കൂടുതൽ വോട്ട് കിട്ടാനുള്ള സാധ്യതയല്ലേ തെളിയുന്നത്? അവിടെ കക്ഷിത്വം ഒന്നും ഈ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ വിഷയമേ അല്ല. പി വി അൻവർ എന്ന് പറയുന്നത് അവിടുത്തെ സാധാരണക്കാരായ മനുഷ്യരെ മൊത്തം റെപ്രസെന്റ് ചെയ്യുന്ന ജനങ്ങളും ജനവിരുദ്ധരും തമ്മിലുള്ള പോരാട്ടമാണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ട് അവിടെ പി വി അൻവറിന്റെ കക്ഷിയോ പി വി അൻവറിന്റെ ചിഹ്നമോ ഒന്നും ജനങ്ങളെ സംബന്ധിച്ചൊരു വിഷയമേ അല്ല. ജനങ്ങൾ ഇതിലൊരു തീരുമാനമെടുത്തിട്ടുണ്ട്. അതെനിക്കറിയാം. അവരുടെ മനസ്സ് എനിക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. അവർക്കറിയാം എന്റെ ജീവന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് ഞാൻ നടത്തുന്നത്. എന്റെ ജീവിതം അവർക്ക് ഞാൻ നൽകിയതാണ്. TP ചന്ദ്രശേഖരന്റെ അവസ്ഥയിലേക്ക് ഞാൻ എത്തിപ്പെടുമോ എന്നെ എത്തിക്കണോ എന്ന് തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. അതിന്റെ പാവപ്പെട്ട ജനങ്ങൾ, അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ അവസ്ഥയിലെത്തിയത്. അവരതിന്റെ മുകളിലൊരു തീരുമാനം എടുക്കും എന്ന് തന്നെയാണ് സുജയ ഞാൻ പ്രതീക്ഷ അർപ്പിക്കുന്നത്. ശ്രീ പി വി അൻവർ, എല്ലാ വിജയാശംസകളും. അതുപോലെ തന്നെ താങ്കൾക്ക് ഒപ്പം നിൽക്കാൻ ഇപ്പോൾ ആം ആദ്മി പാർട്ടി രംഗത്ത് വരുന്നു. അതുപോലെ തന്നെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയൊക്കെ അവർ സംഘടനകളൊക്കെ സ്ഥാനാർത്ഥിയെ നിർത്തുമെന്നൊക്കെ പറഞ്ഞവരൊക്കെ അതിൽ നിന്ന് പിന്മാറുകയാണ്. അപ്പോൾ ഈ ബഹുജനത്തിന്റെ ഒരു വിധിയെഴുത്താണല്ലോ തെരഞ്ഞെടുപ്പ്. അപ്പോൾ ആ ബഹുജനം, അതിൽ പല വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട്. അവരിൽ നിന്നൊക്കെ എത്രത്തോളം പിന്തുണ കിട്ടുന്നുണ്ട് താങ്കൾ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് ശേഷം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ഈ ഘട്ടത്തിൽ? അതിൽ ബഹുജനത്തിനൊരു വിലയില്ലല്ലോ. ഇവരങ്ങനെയാണല്ലോ കണക്കാക്കുന്നത്. ജനം കഴുതകളാണല്ലോ. അതുകൊണ്ട് ആ കഴുതകളെ കൊണ്ട് എന്തും ചെയ്യിക്കാമെന്ന അഹങ്കാരല്ലേ ഈ ജനവിരുദ്ധരായിട്ടുള്ള സ്ഥാനാർത്ഥികളെ അവിടെ നിർത്തിക്കൊണ്ട് അവർ മത്സരം ഏറ്റെടുത്തിട്ടുള്ളത്. അത് തന്നെയാണ്. അതിന് ജനത്തിന് വിലയുണ്ടോ? ഈ ജനത്തിന് എന്ത് വില എന്ന് സ്വയം ജനങ്ങൾ തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പാണ് സുജയ ഇത്. അതുകൊണ്ട് ആ ജനം ഈ കാര്യങ്ങൾ കൃത്യമായി സത്യസന്ധമായി മനസ്സിലാക്കി അവർ അതിനെ പ്രതികരിക്കും എന്നത് മാത്രമാണ് എന്റെ അടിസ്ഥാന വിശ്വാസം. ഓക്കെ, താങ്കളുടെ വിശ്വാസം പോലെ തന്നെ കാര്യങ്ങൾ നടക്കട്ടെ. ശ്രീ പി വി അൻവർ, ഒരു കാര്യം കൂടി. നേരത്തെ VS ജോയി, ആർക്കു വേണ്ടിയാണോ താങ്കൾ UDFൽ ശബ്ദമുയർത്തിയത്, അതേ VS ജോയി ഇപ്പോഴും താങ്കളെ പ്രതീക്ഷിക്കുന്നുണ്ട്, അവസാന നിമിഷം വരെ കാത്തിരിക്കും എന്നാണ് അദ്ദേഹം ഇന്ന് പ്രതികരിച്ചത്. അല്ല, ഞാൻ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് VS ജോയിക്ക് വേണ്ടിയിട്ടല്ല ഞാൻ ശബ്ദമുയർത്തിയത്. ഞാൻ ശബ്ദമുയർത്തിയതും ഞാൻ രാജിവെച്ചതും ഞാൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും മുമ്പ് പറഞ്ഞിട്ടുള്ളതും ഒക്കെ ഈ കുടിയേറ്റ കർഷകർക്കും മലയോര കർഷകർക്കും വേണ്ടിയിട്ടാണ്. അതിനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നതായിരുന്നു ജോയിയെ ഞാൻ പറയാനുണ്ടായ കാരണം. ആ കുടിയേറ്റ കർഷകർക്ക് വേണ്ടി തന്നെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഇനിയും സംസാരിക്കും, മരണം വരെയും സംസാരിക്കും. UDFിലേക്ക് ഒരു തിരിച്ചുപോക്ക് അല്ലെങ്കിൽ അവർ പ്രതീക്ഷിച്ച് കാത്തിരിക്കേണ്ടതുണ്ടോ? മലപ്പുറം DCC പ്രതീക്ഷിക്കുന്നുവെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാനിത് ചോദിച്ചത്. VD സതീശൻ UDFന്റെ ചെയർമാൻ ആയിരിക്കുന്നിടത്തോളം കാലം PV അൻവറോ ഈ പറയുന്ന TMCയോ UDFിലേക്കില്ല. കാരണം ഈ വ്യക്തിയാണ് ഇതിനെ നയിക്കുന്നതെങ്കിൽ 2026 ഈ മുന്നണി എവിടെ എത്തും എന്ന് എനിക്ക് ഊഹിച്ചാൽ മനസ്സിലാവും എന്റെ അനുഭവത്തിൽ നിന്ന്. ഇവിടെ പിണറായിയെ താഴെ ഇറക്കണം.
പച്ചക്കള്ളം പറഞ്ഞ് നിലമ്പൂരിൽ വന്ന് പ്രചരണം നടത്തി പോയിരിക്കുകയാണ്. ഞാൻ അതിന് മറുപടി പറയുന്നുണ്ട്. ഈ പിണറായിസവും ഈ മരുമോനിസവും ഈ RSS ബാന്ധവും അവസാനിപ്പിക്കണമെങ്കിൽ VD സതീശൻ UDF നയിച്ചാൽ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയില്ല. അത് വസ്തുതയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ മത്സരിക്കുന്നത്. ഞങ്ങൾ പിടിക്കുന്ന വോട്ട്, ആ വോട്ട് ജനങ്ങൾ കൂടെ അതിലേക്ക് ചേരുമ്പോൾ വലിയ ഭൂരിപക്ഷത്തിന്, സുജയ ഞാൻ വലുത് പറയല്ല, സാധാരണക്കാരായ മനുഷ്യരുടെ മനസ്സ് ഞാൻ മത്സരിക്കുന്നു എന്ന് തീരുമാനിച്ചിട്ട് ഇന്നലെയാണ് ഞാൻ നിലമ്പൂരിന്റെ ഭൂമിയിലൂടെ നടക്കുന്നത്. ഇന്നലെ വൈകുന്നേരം 6 മണി തൊട്ട് രാത്രി 11 മണി വരെ ഞാൻ നടന്നു പോയ വഴികളിൽ ജനങ്ങൾ എന്നോട് കാണിച്ച സ്നേഹവും അവരുടെ ആത്മാർത്ഥ കണ്ണീര് പൊഴിച്ചുകൊണ്ടാണ് പലരും സംസാരിക്കുന്നത്. നിങ്ങൾ ഞങ്ങളെ വിട്ടുപോകരുത്, നിങ്ങളെ കൂടെ ഞങ്ങളുണ്ട്. ഇവരെയൊന്നും ഇവർ കാണൂല പ്രകടനത്തിനും ചെണ്ടമുട്ടിനും. ഞാൻ ഈ പ്രകടനത്തിനും ഇല്ല ചെണ്ടമുട്ടിനും ഇല്ല എന്ന തീരുമാനത്തിനാണ് ഈ ജനങ്ങളോട് ഇങ്ങനെ സംസാരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതവിടെ പ്രതിഫലിക്കും സുജയ. മനുഷ്യനൊരു വിലയുണ്ട്. മനുഷ്യരെ വില കൽപ്പിക്കാത്ത തീരുമാനമാണ് ഇവരെടുത്തത്. അവിടെ മനുഷ്യ ജീവന് ഈ 2 മുന്നണികളും ഒരു എന്താ പറയാ പുല്ല് വില കൽപ്പിച്ചിട്ടില്ല. കുടിയേറ്റ കർഷകനെ കുറിച്ച് ചിന്തിക്കാത്തവരാണ് ഈ 2 പേര്. അത് ജനങ്ങൾ മനസ്സിലാക്കുന്നു. ഞാൻ എന്തിനു ഭയപ്പെടണം? ഞാൻ നോമിനേഷൻ കൊടുത്തിട്ട് ഇപ്പൊ ഞാൻ ഈ സ്ക്രൂട്ടിനി സ്ഥലത്താണ് ഉള്ളത്. ഇതാണ് സ്ഥിതി. അവിടെ വെപ്രാളപ്പെട്ട് ഓടുകയാണല്ലോ. 97 MLA-മാരും മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒരു ഭാഗത്ത്, 42 MLA-മാരും MP-മാരും മറുഭാഗത്ത്. ഞാനൊരു മനുഷ്യൻ. ഇവരീ പറയുന്നതിനോട് മുഴുവൻ മറുപടി പറയാൻ ഒരൊറ്റ വ്യക്തി. ആ വ്യക്തി ഞാൻ ഈ പോരാട്ടം നടത്തുന്നത് ഈ സാധു മനുഷ്യർക്കാ. അവരുടെ ഹൃദയം എനിക്കറിയാം. നമുക്ക് കാണാം. നമുക്ക് ഓക്കെ, വളരെ നന്ദി ശ്രീ PV അൻവർ. ഇപ്പോൾ സ്ക്രൂട്ടിനി നടക്കുകയാണ്. ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസിന്റെ പേരിൽ അല്ലെങ്കിൽ തൃണമൂൽ സ്ഥാനാർത്ഥിയായി അൻവർ നൽകിയ പത്രിക, അതിന്മേലുള്ള തീരുമാനം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തൃണമൂൽ കോൺഗ്രസിന്റെ കൊൽക്കത്ത ആസ്ഥാനത്ത് നിന്ന് അയച്ച ഇമെയിൽ കൂടി പരിശോധിച്ച ശേഷമായിരിക്കും തീരുമാനമെടുക്കുക. സ്വതന്ത്രനായി സമർപ്പിച്ച പത്രിക ഇപ്പോൾ അംഗീകരിച്ചിരിക്കുകയാണ്.